ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്രയും പെട്ടെന്ന് അവളുടെ മമ്മിയെ വിളിച്ചു വരുത്തി ഈ സാധനത്തെ കൊടുത്തുവിട്. അയ്യോ, അല്ലെങ്കിൽ ഉദയേട്ടന് സംഭവിച്ച പോലെ നാളെ നന്ദേട്ടനോ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. കളരിക്കല സർപ്പശാപം തീർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് ഗാതശാപമാ, ഗാതശാപം. നിന്റെ പെണ്ണുതാ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നു. ഭ്രാന്താടാ അവൾക്ക്. കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിഞ്ഞ് എന്റെ മോളെ കൊല്ലാൻ നോക്കുക. വന്ന് നോക്ക് നീ. വാ, വാടാ, വാടാ, വാ. അവളെ വിടാനാ പറഞ്ഞത്, നിന്നോട് വിടാനല്ലേ പറഞ്ഞത്. ഇവിടെ ഞാൻ വിടില്ല. ഇവിടെ വിട അമ്മയുണ്ടല്ലോ, ഇവര് കാരണം എനിക്ക് വീട്ടില് സ്വസ്ഥതയില്ലാത്ത. അയ്യോ, ആർക്കടി ഭ്രാന്തെന്ന്. അയ്യോ ഉദേട്ടാ, അയ്യോ, ഇനി നീ എന്ത് പറഞ്ഞാണ് അവളെ ന്യായീകരിക്കാൻ പോന്നെ? അയ്യോ എന്റെ പൊന്നെ, എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിടി പ്രാന്തി. എന്റെ മൂക്കിന്റെ പാലം പൊളിഞ്ഞു പോയപ്പോ ഞങ്ങൾ എന്ത് ധൈര്യത്തിലാമേ ഇവരെ കൂടെ കഴിയുന്നത്. സമയത്തിന് നീ നിന്റെ മരുമോളെ ഉപദേശിച്ചത് എന്റെ മൂക്കരച്ച് പൊട്ടിക്കാനാണോ? അയ്യോ ഇടാ നവീനെ, ഇട സ്വന്തം അമ്മാവന്റെ മൂക്കരച്ച് പൊട്ടിച്ച ഇവളെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലടാ. ഇട എന്റെ മനസ്സ് മാറത്തേക്കില്ല. അവളെ കരണ കുറ്റി നോക്കി ഒരു അടി പറഞ്ഞ. അതിന് നവീന് കൈ വിറയ്ക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ അവളുടെ അമ്മ മഹാറാണി ഇങ്ങ് എത്തും. അവരോടെ വന്നു കഴിഞ്ഞാ നവി മാത്രമല്ല, എല്ലാവരും രാജ്ഞിയെ കണ്ട പോലെ അങ്ങ് നിൽക്കുമല്ലോ. അതിന്റെ അഹങ്കാരം ഇവളിവിടെ കിടന്ന് കാണിക്കുന്നേ. നോക്ക്, എന്റെ മമ്മി എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. നീ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരിയാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാ ആ ചിന്തയങ്ങ് മാറ്റി വെച്ചേക്ക്. ഈ കുടുംബത്ത് അത് നടക്കില്ല. നവീൻ, നടക്കുന്നത് എന്താണെന്ന് അറിയാതെയാ ഇവിടെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്ത് നടന്നു? തനിക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ അമ്മയോട്, അതോ അല്ലെങ്കിൽ മുത്തശ്ശിയോട് പറയണം. അല്ലാതെ തല്ലി തീർക്കാനായിട്ട് താനെന്താ തെരുവ് കൊണ്ടേണോ? എന്ത് തരം താഴ്ന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കഥ. അതിനപ്പുറം എനിക്കെന്നല്ല ആർക്കും മുറുക്കാൻ പറ്റില്ല. മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷയില്ല. അമ്മായും കീർത്തിയൊക്കെ പറയുന്നത് പോലെ നിലവാരമില്ലാത്ത കാര്യങ്ങൾ മാഡം പറയാൻ പാടുണ്ടോ? എന്ത് നിലവാരമില്ലാത്ത കാര്യമാണ് എന്റെ കീർത്തി നിർമ്മല പറഞ്ഞത്? എവിടാണ് കൂതറ, വേറെ ചന്ത. അവളും അവളെ അമ്മയും കൂടെ ഒരിയും കെട്ടി നടക്കുന്നതേ ഉള്ളൂ. വിവരമില്ല, 10 വയസ്സേക്ക് വിവരമില്ല. മനസ്സ് ഒഴിവാഴുക്ക. ഗാഥ, ഇതിനപ്പുറത്തേക്ക് താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അന്തസ് ഞാൻ കാണിക്കും. അത് തനിക്കൊരിക്കലും സഹിക്കാനാവില്ല. കേറിപ്പോ, കേറിപ്പോനാ പറഞ്ഞത്. ഇതുകൊണ്ടേ നിങ്ങൾ ജയിച്ചു എന്നൊന്ന് കരുതണ്ട. അമ്മയും മോളെയും ഞാൻ വെറുതെ വിടില്ല. മാറോ അങ്ങോട്ട്. സാറേ, അമ്മാവനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ. എനിക്ക് വേണ്ടടാ നിന്റെ ആശുപത്രി.
നിന്റെ കൂടെ വന്ന് വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്തെങ്കിലും മരുന്ന് എന്റെ മൂക്കിൽ കുത്തി കയറ്റി വെച്ച് എന്നെ കൊല്ലും. നിർമ്മലേ, നിന്റെ കുടുംബം അവരുടെ മോളുടെ തലയറിഞ്ഞ് പൊട്ടിച്ച് ഇപ്പൊ എന്റെ മൂക്കറിഞ്ഞ് പൊട്ടിച്ച്. ഈ എന്ത് കുടുംബമാ നിർമ്മല നിന്റേത്? അമ്മേ, നവീന് ഇനി അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കാതിരിക്കുന്ന നല്ലത്. എത്രയും പെട്ടെന്ന് അവളുടെ മമ്മിയെ വിളിച്ചു വരുത്തി ഈ സാധനത്തെ കൊടുത്തുവിട്. അയ്യോ, അല്ലെങ്കിൽ ഉദയേട്ടന് സംഭവിച്ച പോലെ നാളെ നന്ദേട്ടനോ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. കളരിക്കല സർപ്പശാപം തീർന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നടക്കുന്നത് ഗാതശാപമാ, ഗാതശാപം. ഉദയേട്ടാ വാ, ഡ്രസ് ചെയ്തുതരാം. മോളെ വാ 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 വാ. മോനെ, ഇനി എന്തെങ്കിലും എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? ഉണ്ടെങ്കിൽ അയക്കോ അമ്മേ. എനിക്കിപ്പോ എന്തും കേൾക്കാനുള്ള മനസ്സാ. ചത്തു കഴിഞ്ഞൊരു പ്രതികരിക്കില്ലല്ലോ. എല്ലാവരുടെയും ശാപം തീർന്നു. പക്ഷെ അമ്മായി പറഞ്ഞ പോലെ നവി മാത്രം ഒരു പുതിയ ശാപം ചുമക്കാൻ തുടങ്ങി. എല്ലാരും അത് കണ്ട് ആസ്വദിക്കല്ലേ? എന്റെ തല പൊട്ടിപ്പോട്ടെ. ആചാരങ്ങൾ സംരക്ഷിച്ചല്ലോ, അത് മതി. പൂജാരി പറഞ്ഞതൊക്കെ സത്യമാവുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ. എന്താണ്? ഐ ആം സോറി നവീൻ. താൻ എന്തൊക്കെയാ കാണിക്കുന്നത്? ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയത് എല്ലാവരെയും വേദനിപ്പിച്ചു. ഞാൻ മരുന്ന് കഴിക്കുന്നില്ലേ നവീൻ? നവീനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പോലെ നടക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ലേ? എന്നിട്ടും എന്താണാവോ ഇങ്ങനെയൊക്കെ പറ്റിപ്പോന്ന്? മരുന്ന് കഴിക്കുമ്പോ തല വല്ലാതെ ഇങ്ങനെ വിങ്ങും. അതിന്റെ കൂടെയാ അവരുടെ പരിഹാസങ്ങളും. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം നവീൻ, നവീൻ എന്നെ വെറുക്കൊന്നു. എന്താ ഗാഥ ഇത്? ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചൊരു ഗാഥയുണ്ട്. ആ ഗാഥയെ എനിക്കൊരിക്കലും വെറുക്കാൻ പറ്റില്ല.